ശ്രീ അഭിലാഷ്, അങ്ങേക്ക് ഉത്തരം തരാം. അതിനു മുമ്പ് എടുത്തോണ്ട് പോടാ നിന്റെ ആക്കിയോ മാക്കിയാനോ എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം. ഈ രാത്രി കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ആത്മാഭിമാനത്തോടുകൂടി ഞങ്ങളുടെ മെമ്പറല്ല കേട്ടോ എന്ന് പറയാൻ ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോ PT കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ 13 ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി, അത് മറക്കണ്ട. ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോ ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് MLA ആക്കി. ആ MLA ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഹാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ ജയിക്കേ? ഞങ്ങളൊരു പാർട്ടി എന്ന നിലയിൽ, ഒരു സംഘടന എന്ന നിലയിൽ ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കിയിട്ട് ആർജവത്തോടുകൂടി ഇയാൾ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അയാളെ ഞങ്ങളുടെ ഇന്ദിരാഭവനിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോ മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞു മുഹമ്മദിനെയും കുഞ്ഞു ബഷീറിനെയും ഒക്കെ 13 ദിവസം അയാളുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ട് വീണ്ടും വന്നിരുന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ എന്ന് സഖാവ് VS-ന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നീട് ആ ഇടതു പ്രതിനിധി മറ്റൊരു കാര്യം പറഞ്ഞു. AICC ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവരുന്നിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും കേസും അറസ്റ്റും റിമാൻഡും ഈ കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് ക്ലാസ് എടുക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് സഖാക്കളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്ന സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ അങ്ങോട്ട് തിരിച്ചു പറയാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചിലക്കാം. പക്ഷേ ഒരു ചർച്ചയിലൊക്കെ പോയിരിക്കുമ്പോൾ അപ്പുറത്ത് ആളുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പം ഈ ഒരു ചർച്ചയോടുകൂടി ചർച്ചയ്ക്ക് ജയിക്ക് വന്നത് തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി, ഒരു സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജയിക്ക് ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ ജയിക്ക് ചർച്ചയ്ക്ക് വന്നു എന്നല്ലാതെ ഇപ്പം സ്ഥാനാർത്ഥിത്വവും ഉറപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട ഗതികേട് ജെയ്സി തോമസിന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, അത് ജയിക്കിൻ്റെ കാര്യം ജയിക്ക് തീരുമാനിക്കട്ടെ, നമുക്കതിൽ വലിയ റോളുകളൊന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ അവർ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോൺഗ്രസിന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ക്ലിഫ് ഹൗസിൽ ചെന്നിട്ട് നിങ്ങളുടെയൊക്കെ രാജാവിനൊരു ക്ലാസ് എടുക്ക്, ധാർമ്മികതയുടെ ക്ലാസ്. ആ ക്ലാസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ വലിയ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണല്ലോ PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ MLA-ക്കെതിരെ പരാതി വന്നത്. നിങ്ങളുടെ മുൻ MLA ആയിരുന്ന PT കുഞ്ഞു മുഹമ്മദിനെതിരെ പരാതി വന്നപ്പോൾ ആ പരാതി കമലയിടത്തിയുടെ അണ്ണാക്കിൽ തള്ളി കൊണ്ടുപോയി വെച്ച പിണറായി വിജയനോട് പോയിട്ട് ധാർമ്മികതയുടെ ക്ലാസ് എടുത്തു കൊടുക്ക്. മനസ്സിലായില്ലേ? ഇങ്ങനെ അറസ്റ്റും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കംപ്ലൈൻറ്റും, ഒരു റിട്ടേൺ കംപ്ലൈൻറ്റും, ഒരു ഒഫീഷ്യൽ പരാതിയും ഇല്ലാതിരിക്കുമ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അത് കഴിഞ്ഞിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് KPCC പ്രസിഡന്റിന് കിട്ടിയ ഉടനെ തന്നെ രാഹുലിനെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽ നിന്ന് പുറത്തിരിക്കുന്ന ഒരാൾക്കെതിരെ പാർട്ടിക്ക് പിന്നെ അതിൻ്റെ മേലിൽ യാതൊരു അവകാശങ്ങളുമില്ല, ഒരു നടപടിയുമില്ല. പാർട്ടി എടുക്കേണ്ട ഏറ്റവും എക്സ്ട്രീം നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് സഖാക്കളുടെ ക്ലാസിൻ്റെ ആവശ്യമില്ല, അത് പിണറായി വിജയൻ്റെ അണ്ണാക്കിൽ കൊണ്ടുപോയി തള്ളിക്കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ CPM-ന് എന്താണ് ധാർമ്മികത എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി, കേസ്, അറസ്റ്റ്, ഇതിലൊക്കെ CPM-ന് എന്താണ് ധാർമ്മികത എന്നുള്ളതാണ്.
ഞാൻ മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം പറയാം, ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാസർഗോഡ് നിന്നുള്ള ഒരു സുധാകരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്കൂൾ അധ്യാപകന്റെ ഒരു കഥ പോലും ഏറ്റവും ഒടുവിലായി നിൽക്കുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി ഒരു സ്ത്രീയെ ലൈംഗിക അടിമയാക്കി വെച്ച സുധാകരൻ മാസ്റ്റർ. ആ സുധാകരൻ മാസ്റ്ററുടെയും കുണ്ണയുടെ നീളവും തീവ്രതയും അളക്കാൻ വേണ്ടി AK ബാലനും PK ശ്രീമതിയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ P ശശിയുമുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള CPM ആ സുധാകരൻ മാസ്റ്ററുടെ കാര്യം ഒന്നെടുത്ത് പരിശോധിക്കുക. സുധാകരൻ മാസ്റ്ററെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ സുധാകരൻ മാസ്റ്റർക്കെതിരെ കംപ്ലൈന്റ് ഉണ്ട്, കേസ് ഉണ്ട്. സുധാകരൻ മാസ്റ്റർ ഒരു സ്ത്രീയെ അടിമയാക്കി വെച്ചിരിക്കുന്നു. പരാതിയിന്മേൽ ഇനി പരാതി നൽകാനാണെങ്കിൽ ആ സ്കൂളിലെ മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം അധ്യാപകരായിട്ടുള്ള ടീച്ചർമാരുണ്ട്, അതുപോലെ അവിടുത്തെ +2 വിദ്യാർത്ഥിനികൾ വരെയുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ സുധാകരൻ മാസ്റ്ററിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് കേസ് ഇപ്പോൾ വന്നിട്ടോ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ PT കുഞ്ഞിമുഹമ്മദിന്റെ കാര്യത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ ധാർമ്മികത? PT കുഞ്ഞിമുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? ഇനി അതൊന്നും വേണ്ട, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട, പാർട്ടി ഒരു നടപടി എടുക്കണ്ട. ഇനി ഒരു സ്ത്രീ, ഒരു ചലച്ചിത്ര പ്രവർത്തക ഒരു പരാതി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ട് ഈ പരാതിയിന്മേൽ എന്തായിരുന്നു നിങ്ങളുടെ നടപടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കല്ല പരാതി നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. ആ പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അണ്ണാക്കിൽ തള്ളിയതല്ലായിരുന്നോ? എന്നിട്ട് ആ പരാതി നൽകിയ സ്ത്രീ താൻ നൽകിയ പരാതിയിൽ എന്ത് നടപടി എടുത്തു എന്ന് ഒരു 10,000 തവണ അന്വേഷിച്ചതിന് പിന്നാലെ, മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെയല്ലേ ഈ പരാതിയിന്മേൽ ഒരു കേസെങ്കിലും എടുക്കാൻ, അല്ലെങ്കിൽ ഈ പരാതി പോലീസിനെങ്കിലും കൈമാറാൻ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ രാജാവ് തയ്യാറായത്? എന്നിട്ട് നിങ്ങൾക്ക് ഈ ധാർമ്മികത വിളമ്പാൻ ഒരു ഉളുപ്പുമില്ലേ നിങ്ങൾക്ക്? ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോഴും നിങ്ങളുടെ MLA ആയിരിക്കുന്ന വ്യക്തി ഈ മുകേഷിനെതിരെ അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണല്ലോ മുകേഷ് എന്ന് പറയുന്നത്. ഈ മുകേഷിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും സത്യമാണ് എന്ന് പറഞ്ഞ് മുകേഷ് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് എന്ന്, വസ്തുതയാണ് എന്ന് ഈ കുറ്റപത്രം പറയുന്നു. ആ മുകേഷിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം. P ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടല്ലോ, നിങ്ങൾ രാജാവിൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ P ശശി, രാജാവിൻ്റെ സംരക്ഷണത്തിൽ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ P ശശി, P ശശി ആരാണ്? P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാരാണ്? നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയല്ലേ P ശശിക്കെതിരെയും ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്? ആ P ശശിയെ ഇങ്ങനെ സംരക്ഷിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കളെയും പാർട്ടിയെയും ഒക്കെ ധാർമ്മികത പഠിപ്പിക്കാൻ സഖാക്കളെ, അതൊക്കെ AKG സെന്ററിൽ അന്തംകമ്മി അടിമകളോട് മതി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയും നടപടിയും കേസും അറസ്റ്റും ഈ കാര്യങ്ങളിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടുകയാണ് എന്നുള്ള ബോധ്യമാണ്. അതിനെ നിങ്ങൾ ഇനി എന്തൊക്കെ ആയുധങ്ങൾ കൊണ്ട് ഇറക്കിയാലും, മന്ത്രിയുടെ പേര് പറഞ്ഞു എന്നുള്ളത് ഉറപ്പാകുമ്പോൾ ആ വിഷയം ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വിഷയത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം ഒതുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സഖാക്കളെ, നിങ്ങൾക്ക് തെറ്റി. ജനം ഒരു തവണ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയതാണ്. ഇനി ജനം അടുത്തത് ചെയ്യാൻ പോകുന്നത് പിണറായി വിജയന്റെ അണ്ണാക്കിൽ ജനം തൂറി നിറക്കുമെന്നുള്ളതാണ്. പിണറായി വിജയന്റെ അണ്ണാക്കിൽ ജനം തൂറി നിറക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതിനി വലിയ കാലതാമസമൊന്നുമില്ല. അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ ധാർഷ്ട്യവും ഹുങ്കും വെച്ച് എന്തും ചെയ്യാമെന്ന് കരുതി രാഹുലിനെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ ജനം നിങ്ങളുടെ അണ്ണാക്കിൽ തൂറി നിറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാവുകയും ചെയ്യുമെന്നുള്ളതാണ്.
എടോ വിജയ എന്ന് നിങ്ങളുടെ രാജാവിന്റെ മുഖത്ത് വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി വിളിച്ച രാഹുലിനെ വകവരുത്തണം എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ചിരകാല സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ജനപ്രീതിയെ തകർക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കണ്ണു തുറപ്പിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാം, അല്ലെങ്കിൽ അതിനെ തള്ളാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ജനം രാഹുലിനൊപ്പമാണെന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് സഖാക്കള് ധാർമ്മികതയുടെ ക്ലാസ്സും എടുത്തുകൊണ്ട് ജെട്ടിക്കള്ളന്മാരും അമ്പലക്കള്ളന്മാരും അയ്യൻ്റെ സ്വർണ്ണവും കെട്ട കള്ളന്മാരും ഈ കാര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾക്ക് യാതൊരു ധാർമ്മികതയുമില്ല, അർഹതയുമില്ല, അവകാശവുമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ AKG സെന്ററിലെ അടിമകൾക്ക് വിതരണം ചെയ്യുന്ന ക്യാപ്സ്യൂളുകൾ അത് അടിമകൾക്ക് വിതരണം ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് ആ ക്യാപ്സ്യൂളുകളും എടുത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ജനം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾക്കൊരു പാഠമാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന് പറയുന്നത് അത് ഒരു വേട്ടയാടലാണ്. എല്ലാം പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ, സാധാരണഗതിയിൽ മനുഷ്യർ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ പരസഹായം തേടുന്നത്. ആ കൂട്ടത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരവരുടെ ദൈവങ്ങളെ വിളിക്കും, അല്ലേ? പക്ഷെ കേരളത്തിലെ പിണറായി വിജയൻ ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ടും ഭൗതികവാദി ആയതുകൊണ്ടും എന്താണ് ചെയ്യുന്നത്? പ്രതിസന്ധി ഇങ്ങനെ കഴുത്തോളം അല്ലെങ്കിൽ അതിനപ്പുറം മുങ്ങി നിൽക്കുന്ന പിണറായി വിജയൻ ആ പ്രതിസന്ധികളെ നേരിടാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് അറസ്റ്റും കേസും. അപ്പോൾ ഈ അറസ്റ്റും കേസ് കൊണ്ട് പ്രതിസന്ധികളെ മറികടക്കാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയന് ഈ കുഴലൂത്തുകാർ അത്തരത്തിലൊരു ഉപദേശമോ അല്ലെങ്കിൽ അഭിപ്രായമോ ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം, തിരിച്ചറിവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് അത് വ്യക്തമായി ബോധ്യമാകും. പിന്നെ നിങ്ങൾക്കത് തിരുത്താനുള്ള സമയമുണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്.